തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വലിയ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. ഈ വാമനൻ മഹാബലിയുടെ തലയിൽ കാൽ വെച്ച് നിൽക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓണവുമായി എത്രത്തോളം ഇതിന് ബന്ധമുണ്ടെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഈ തിരുവോണ ദിവസം ഇവിടെ പ്രാർത്ഥനകൾക്കൊക്കെ ആയിട്ട് എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ ശേഷം എല്ലാ വർഷവും മഹാബലിക്ക് തന്റെ പ്രജകളെ കാണുവാനായി ഒരു ദിവസം വരാമെന്ന അനുവാദം വാമനൻ നൽകുകയും അത് തിരുവോണ ദിവസം ആണ് അതിനുള്ള അനുവാദം കൊടുത്തതെന്നുമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തൃക്കാക്കര അമ്പലത്തിലേക്കാണ് പ്രജകളെ കാണാനായി മഹാബലി എഴുന്നള്ളുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇവിടെ പ്രത്യേക ചടങ്ങുകൾ. ഈ തിരുവോണ ദിവസമാണ് ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ ആഘോഷ പരിപാടികളാണ്. ഓരോ ദിവസവും ഇവിടെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ തിരുമുൽക്കാഴ്ച സമർപ്പണം ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി പകൽപൂരം ഒക്കെ കഴിഞ്ഞ് കൊടിയിറങ്ങും. ഇന്നലെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആനയൊക്കെ ഇവിടെ തയ്യാറാണ്. ഇഷ്ടംപോലെ ആളുകൾ പല നാടുകളിൽ നിന്നായി വരുന്നുണ്ട്. കാരണം ഇവിടെ വന്ന് ഈ ദിവസം, അതായത് തിരുവോണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ പേരും. എല്ലാ തവണയും വരാറുണ്ടോ തൃക്കാക്കര അമ്പലത്തിന്? വരാറുണ്ട്. അടുത്താണോ വീട്? അവിടുന്ന് വരുന്നതാണ്. 10-35 കിലോമീറ്റർ യാത്ര ചെയ്താണ് വരുന്നത് അല്ലേ? തവണ വരും. വിശ്വാസമാണ് ഇവിടെ. എവിടുന്നാ വരുന്നേ? കലൂര്. എവിടുന്നാ അമ്മ വരുന്നത്? ഇടപ്പള്ളി. എല്ലാ തവണ വരുന്നതാണ് ഇവിടെ? വരാറ്. തിരുവോണത്തിന് ഇവിടെയാണോ? വരാറ്. പല നാടുകളിൽ നിന്നാണ്. എത്ര മനോഹരമാണ്. ഈ രാവിലെ തന്നെ ഏകദേശം 6 മണിയോടുകൂടി തന്നെ ഇവിടെ ആളുകളൊക്കെ 6 മണിക്ക് മുമ്പേ തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങിയിരുന്നു. ഇപ്പോ നിറയെ ആളുകളാണ്. വലിയ ക്യൂ ആണ്. ഈ അമ്പലത്തിന്റെ പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് വരെ ക്യൂ നീളുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ക്യൂ ഉള്ളത്. ഒരു 8 മണി 8:30 കൂടിയായിരിക്കും വാമനൻ മഹാബലി എഴുന്നള്ളിക്കുക. അത് ആ ചടങ്ങ് ഒരു പ്രത്യേക ചടങ്ങായിട്ടാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ എഴുന്നള്ളിപ്പിന്റെ ഒപ്പം കൂടുകയും ചെയ്യും. അതിനുശേഷം ഇവിടെ പ്രത്യേക ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേതു സദ്യയാണ്. അതായത് ഉത്രാടത്തിനും തിരുവോണത്തിനും ഇവിടെ സദ്യയാണ്. ഏകദേശം 10,000 കണക്കിന് ആളുകൾക്കാണ് ഇവിടെ സദ്യ കൊടുക്കുന്നത്. ഇന്ന് ഇവിടെ 2 കൂട്ടം പായസം വെച്ചുള്ള സദ്യയാണുള്ളത്. അപ്പോൾ ആ സദ്യ കഴിക്കാനും കൂടിയാണ് ആളുകൾ വരുന്നത്. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഏകദേശം 10-11 മണിക്കുള്ളിൽ തന്നെ ഇവിടെ സദ്യ വിളമ്പുന്നത് തുടങ്ങും. ആർക്കും വന്ന് സദ്യ കഴിക്കാം. വലിയ ക്യൂ ആയിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് തന്നെ വലിയൊരു ഭക്ഷണം നൽകാനുള്ള ഒരു പ്രത്യേക സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരേ സമയം ഒരു 10,000-ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ വരും. മന്ത്രിമാരടക്കമുള്ളവരൊക്കെ ഇന്നിവിടെ വരുമെന്നാണ് അറിയുന്നത്.